ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. കേന്ദ്ര പദ്ധതികൾ അർഹരായവരുടെ വീട്ടുപടിക്കലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര രാജ്യത്തെ 1,00,000-ലധികം ഗ്രാമപഞ്ചായത്തുകളിലൂടെ കടന്നുപോയതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. ചണ്ഡീഗഡിൽ 3,500 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 75ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യാതിഥിയാകും. ഈ സർക്കാരിന്റെ കാലത്ത് കേരളം സർവ്വമേഖലയിലും അഭിവൃദ്ധിപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിന് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ സമാപനം. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ജേഴ്സി, ഭാഗ്യചിഹ്നം, ഗാനം എന്നിവ ചെന്നൈയിൽ പുറത്തിറക്കി. ഓസ്ട്രേലിയക്കെതിരായ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 157 റൺസിന്റെ ലീഡ്. വാർത്തകൾ വിശദമായി. ചണ്ഡീഗഡിൽ 368 കോടി രൂപയുടെ 9 പദ്ധതികൾ കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. 3,200 കോടി രൂപയുടെ 3 പദ്ധതികളുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിച്ചു. പുതുതായി നിയമിച്ച 44 SI-മാർക്കും 700 കോൺസ്റ്റബിൾമാർക്കും നിയമന പത്രിക ചടങ്ങിൽ കൈമാറി. ആധുനിക സൈബർ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിനായി DRDOയുടെ സഹായത്തോടെ നിർമ്മിച്ച സെന്റർ ഫോർ സൈബർ ഓപ്പറേഷൻ ആൻഡ് സെക്യൂരിറ്റിയുടെ ഉദ്ഘാടനവും അദ്ദേഹം ചടങ്ങിൽ നിർവഹിച്ചു. ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അതിഥിയാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും നയതന്ത്ര ബന്ധത്തിന്റെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി ഈ വർഷം ജൂലൈയിൽ ബാസ്റ്റിൽ ഡേ പരേഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തിരുന്നു. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര രാജ്യത്തുടനീളം 1,00,000-ലധികം ഗ്രാമപഞ്ചായത്തുകളിലൂടെ കടന്നുപോയതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. 4.5 കോടിയോളം പേർ ഇതുവരെ യാത്രയിൽ പങ്കെടുത്തതായും മന്ത്രാലയം അറിയിച്ചു. ഒരു റിപ്പോർട്ട്. വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇതുവരെ 1,00,000-ലധികം ഗ്രാമപഞ്ചായത്തുകളിൽ എത്തിയതിലൂടെ അർഹരായവരുടെ വീട്ടുപടിക്കലേക്ക് ക്ഷേമ പദ്ധതികൾ എത്തിക്കാൻ സർക്കാരിനായെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. വിവര, വിദ്യാഭ്യാസ, ആശയവിനിമയത്തിനായി യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള IEC വാനുകൾ നഗരത്തിൽ നിന്ന് നഗരത്തിലേക്കും ഗ്രാമത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കും ബോധവൽക്കരണ പ്രചാരണ പരിപാടികൾ നടത്തുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ ഇതുവരെ 4.5 കോടിയിലേറെ ആളുകൾ പങ്കെടുത്തതായും 3 കോടിയിലധികം ആളുകൾ ഇന്ത്യയെ വികസിത രാജ്യമാക്കാൻ പ്രതിജ്ഞ എടുത്തതായും മന്ത്രാലയം അറിയിച്ചു. ഈ വർഷം നവംബർ 15-ന് ജാർഖണ്ഡിലെ ഖുന്തിയിൽ നിന്ന് ആരംഭിച്ച വികസിത് ഭാരത് സങ്കല്പ് യാത്ര കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. കർഷകരെ സാങ്കേതികമായും സാമ്പത്തികമായും ശാക്തീകരിക്കാൻ ഈ യാത്രയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര പ്രയാണം തുടരുന്നു. യാത്ര ഇന്ന് പാലക്കാട് നഗരസഭയിൽ പര്യടനം ആരംഭിക്കും. കണ്ണൂർ ജില്ലയിലെ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഇനി ചൊവ്വാഴ്ചയാണ് പര്യടനം. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലും യാത്ര പര്യടനം തുടരുന്നു. പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്തിലെ കഠിനംകുളം, ആഴൂർ ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇന്നത്തെ പര്യടനം. രാജ്യത്ത് 740 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട. പശ്ചിമബംഗാളിൽ സന്താലി ഭാഷയെ ഭരണഘടന അംഗീകരിച്ചതിന്റെ വാർഷിക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP ദേശീയ ഭാരവാഹികളുടെ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. BJP അധ്യക്ഷൻ JP നദ്ദയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP സംസ്ഥാന അധ്യക്ഷന്മാർ, വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ളവർ, സംസ്ഥാനങ്ങളുടെ സംഘടനാ ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 2 ദിവസത്തെ യോഗത്തിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ ചർച്ചയാകും. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനവും യോഗത്തിൽ അവലോകനം ചെയ്യും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയെക്കുറിച്ചും BJPയുടെ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്യും. ഡൽഹി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും വിളിപ്പിച്ചു. അടുത്ത മാസം 3-ന് ഹാജരാകാനാണ് നിർദ്ദേശം. ഇത് 3ാം തവണയാണ് കേജ്രിവാളിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച ED നോട്ടീസ് അയക്കുന്നത്. കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന ഹിജാബ് നിരോധനം സർക്കാർ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഉദ്യോഗസ്ഥർക്ക് ഇതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നത് വ്യക്തിപരമായ തീരുമാനമാണെന്നും ശ്രീ സിദ്ധരാമയ്യ പറഞ്ഞു. ഇന്ന് ദേശീയ കർഷക ദിനം. കർഷകരെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ഡിസംബർ 23 ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്.
ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രി ചൌധരി ചരൺ സിംഗിന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ദേശീയ കർഷക ദിനം ആചരിക്കുന്നത്. സുസ്ഥിര ഭക്ഷ്യസുരക്ഷയ്ക്കും പാരമ്പര്യത്തിലേക്കുള്ള മടങ്ങിവരവിനും സ്മാർട്ട് പരിഹാരം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 31-ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 108ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സിന് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ സമാപനം. മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭാംഗങ്ങളുടെയും നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ നടത്തിയ യാത്രയാണ് ഇന്ന് തലസ്ഥാനത്ത് സമാപിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് നടക്കുക. ഇടപ്പഴിഞ്ഞി RDR കൺവെൻഷൻ സെന്ററിലെ പ്രഭാത യോഗത്തോടെ ഇന്നത്തെ നവകേരള സദസ്സ് ആരംഭിക്കും. ശേഷം കോവളം, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് നടക്കും. 7.5 വർഷം കൊണ്ട് കേരളം സർവ്വമേഖലയിലും അഭിവൃദ്ധിപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം പാറശാല മണ്ഡലത്തിലെ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2016-ൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സർക്കാരിന് മേൽ വലിയ ബാധ്യതയുണ്ടായിരുന്നു. ഒന്നും നടക്കില്ല എന്ന സ്ഥിതിയിൽ നിന്നും എല്ലാം നടക്കുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ കുറച്ചു മാസങ്ങൾ കൊണ്ട് തന്നെ മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല തങ്കയങ്കി ഘോഷയാത്ര രാവിലെ ആറന്മുളയിൽ നിന്ന് പുറപ്പെട്ടു. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്തുവാനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര രാവിലെ 7 മണിക്കാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടത്. ഘോഷയാത്ര ചൊവ്വാഴ്ച വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുൻപ് ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും. രാവിലെ 7 മണിവരെ തങ്കയങ്കി പൊതുജനങ്ങൾക്ക് ദർശിക്കാൻ ആറന്മുള ക്ഷേത്രാങ്കണത്തിൽ അവസരം ഒരുക്കിയിരുന്നു. എറണാകുളം ജില്ലയിൽ അങ്കമാലി കറുകുറ്റിക്ക് സമീപം 3 നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. ഇന്നലെ വൈകിട്ടാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തെ തുടർന്ന് കാണാതായ ആളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഗാസയ്ക്ക് മാനുഷിക സഹായം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രമേയം UN രക്ഷാസമിതി പാസാക്കി. 13 വോട്ടുകൾക്കാണ് പ്രമേയം പാസായത്. US-ഉം റഷ്യയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. യുദ്ധം തുടർന്നാൽ ഗാസയിൽ പട്ടിണിക്ക് സാധ്യതയുണ്ടെന്നും UNന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. ഗാസയിൽ ഭക്ഷണത്തിന്റെ അപര്യാപ്തതയുണ്ടെന്നും ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസും മുന്നറിയിപ്പ് നൽകി. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ജേഴ്സി കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ, തമിഴ്നാട് കായിക മന്ത്രി ഉദയനിധി സ്റ്റാലിൻ എന്നിവർ സംയുക്തമായി പുറത്തിറക്കി. ഭാഗ്യചിഹ്നം വീരമംഗൈ വേലു നാച്ചിയാർ കേന്ദ്രമന്ത്രി പുറത്തിറക്കി. രാജ്യത്ത് അവിശ്വസനീയമാംവിധം കഴിവുകളുള്ള കായിക താരങ്ങൾ ഉണ്ടെന്നതിൽ അഭിമാനമുണ്ടെന്നും കായിക മേഖലയിൽ ഇന്ത്യ നിരന്തരം നേട്ടം കൈവരിക്കുകയാണെന്നും ശ്രീ അനുരാഗ് സിംഗ് ഠാക്കൂർ അഭിപ്രായപ്പെട്ടു. ഗെയിംസിന്റെ ഔദ്യോഗിക ഗാനവും ചെന്നൈയിൽ നടന്ന പരിപാടിയിൽ പുറത്തിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടുകളെ ആധാരമാക്കി ആരംഭിച്ച ഗെയിംസ് ഇന്ന് വലിയ തോതിൽ പ്രചാരം നേടിയതായും ഇത്തവണത്തെ ഗെയിംസിൽ സ്ക്വാഷ് ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ആദ്യ ഇന്നിംഗ്സിന്റെ 2ാം ദിനത്തിൽ ഇന്ത്യയ്ക്ക് 157 റൺസിന്റെ ലീഡ്. ഇന്നലെ മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 376 റൺസ് എന്ന നിലയിലാണ്. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ATK മോഹൻ ബഗാൻ ഗോവ പോരാട്ടം. രാത്രി 8-ന് കൊൽക്കത്തയിലാണ് മത്സരം. നിലവിൽ 20 പോയിന്റോടെ ഗോവ 1ാം സ്ഥാനത്ത് തുടരുന്നു. ATK മോഹൻ ബഗാൻ 19 പോയിന്റോടെ 3ാം സ്ഥാനത്താണുള്ളത്. ഈ വർഷത്തെ ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം മാഞ്ചസ്റ്റർ സിറ്റിക്ക്. സൗദി അറേബ്യയിൽ നടന്ന മത്സരത്തിൽ ബ്രസീലിയൻ ഫ്ലുമിനൻസിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തകർത്താണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കിരീട നേട്ടം. ജൂലിയൻ അൽവാരസ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി 2 ഗോളുകൾ നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര പദ്ധതികൾ അർഹരായവരുടെ വീട്ടുപടിക്കലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര രാജ്യത്തെ 1 ലക്ഷത്തിലധികം ഗ്രാമപഞ്ചായത്തുകളിലൂടെ കടന്നുപോയതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. ചണ്ഡീഗഡിൽ 3500 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 75ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യാതിഥിയാകും. ഈ സർക്കാരിന്റെ കാലത്ത് കേരളം സർവ്വമേഖലയിലും അഭിവൃദ്ധിപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിന് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ സമാപനം. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ജേഴ്സി, ഭാഗ്യചിഹ്നം, ഗാനം എന്നിവ ചെന്നൈയിൽ പുറത്തിറക്കി. ഓസ്ട്രേലിയക്കെതിരായ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 157 റൺസിന്റെ ലീഡ്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.